ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി പാർക്കുമോ. ത്രേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നാം ഓശാനയ്ക്ക് വായിച്ചതായ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മർക്കോസ് 11:1-18 വരെയാണ്. ഞാനും നിങ്ങളും അറിയാതെ പറയുന്ന ഒരു പ്രയോഗം ഞാനിപ്പം പറയട്ടോ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം എന്നൊക്കെ നമ്മൾ പറയും. ലൂക്കോസും പത്രോസും യോഹന്നാനും ആരും സുവിശേഷം എഴുതിയിട്ടില്ല. എഴുതിയത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം അവരെഴുതിയതാണ്. മുസ്ലിംസ് പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നതാണ്, യേശുവിൻ്റെ സുവിശേഷമില്ല, അത് യോഹന്നാൻ്റെയും മത്തായിയുടെയും മർക്കോസിൻ്റെയും ഉള്ളൂ എന്ന്. നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പറയാത്തുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞ വാർത്ത നല്ല വാർത്ത എന്നാണ്, അതല്ല എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അഭിപ്രായത്തിൽ ഞാനും പറഞ്ഞു വരുമ്പോൾ ഓർക്കാതെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയും. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അത് തിരുത്തുകയും ചെയ്യും, അങ്ങനെയല്ല എന്നും പറഞ്ഞു. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒന്ന് ഹൃദയസ്ഥമാക്കേണ്ട ഒരു വിഷയം. ഒന്നുകിൽ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ അധ്യായം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ വിശുദ്ധ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ അധ്യായം എന്ന് പറയണം. ഇത് എന്നെ തിരുത്തിയത് നമ്മുടെ ഒരു കടന്നുപോയ അയ്മീനിയ കേട്ടോ. അത് ആരുമല്ല, 6 വർഷമായി ഒരു ഓർമ്മ കഴിക്കുന്ന ബാബു പോളാണ്. ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹം ഞായറാഴ്ചയും ഞാൻ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവരാരെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു, തമാശന് സ്നേഹത്തോടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരുത്തിയേക്കാം എന്ന് പറയാറുണ്ടായിരുന്നു. അയ്മേനി പറഞ്ഞുകൊണ്ട് മാത്രമേ തിരുത്താം, കുഴപ്പമൊന്നുമില്ല, തെറ്റാണെങ്കിൽ തിരുത്താം. അതുകൊണ്ട് ഞാനങ്ങനെ തിരുത്തിയ ആളാണ്. പക്ഷേ അറിയാതെ ഇപ്പോഴും അത് പറയാറുണ്ടെന്നുള്ള കാര്യം, അതൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം. ഇന്ന് വായിച്ചതായ അവസാന ഭാഗത്തെ കാര്യമാണ്. യേശുതമ്പുരാൻ ബഥാനിയയിലേക്ക് പോയപ്പോൾ വിശന്നിട്ട് അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്ന് അതിൽ നിന്ന് ഫലം അന്വേഷിച്ച കാര്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. യെരുശലേമിൽ ഇവിടേക്ക് ഈ തണുപ്പ് ഇപ്പോഴും തീരാതിരിക്കുന്നത്, ചെടിയിൽ പൂക്കളും കായ്കളും ഒന്നും ഇല്ലാതിരിക്കുന്നത്. ശരിക്കും യെരുശലേം ആ ഭാഗത്തൊക്കെ ഇപ്പോൾ കായ്കനികൾ ഉള്ള സമയമാണെന്നാണ് പറയുന്നത്. പൂക്കളൊക്കെ നന്നായി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഈസ്റ്ററിൻ്റെ വായനയിൽ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഈസ്റ്ററിൻ്റെ വായനയിൽ പ്രമേയം സുതരായിക്കകത്തുണ്ട്, രാത്രി പ്രാർത്ഥനയുടെ അതിനകത്തുണ്ട്, പ്രകൃതി പൂക്കളാലും കായ്കനികളാലും നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണിപ്പോൾ. വേറെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് ഈ സമയത്ത്, അറിയാമല്ലോ. 14-ാം തീയതി വിഷുവാണ്, അതും കായ്കനികളുടെ പെരുന്നാളാണ്. മാത്രമല്ല ശത്രുവിന്മേലുള്ള വിജയം, ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ള അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതിന് കൂടുതലുള്ളൂ. അത് രാവണനെ തോൽപ്പിച്ചതിൻ്റെ ആണ്, ശത്രുവിന്മേലുള്ള വിജയമാണ്. നമ്മളെ സംബന്ധിച്ച് പൊതുവെയാണ്, മനുഷ്യജാതിക്ക് മുഴുവനും സാത്താനിൽ നിന്നുള്ള വിജയം കിട്ടിയതിൻ്റെ ഓർമ്മ. സാത്താനെ അവൻ്റെ ഗുഹയിൽ ചെന്ന് തകർത്ത നമ്മുടെ കർത്താവ് വിജയം നേടിയതിൻ്റെ ഓർമ്മയാണ് ഈസ്റ്റർ. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ പൂക്കളാലും അത് പുതിയ യുഗം പിറക്കുന്നതിൻ്റെ സ്മരണയാണ്. അപ്പോൾ ഈ സമയത്ത് പൂക്കളും കായ്കനികളും ഉള്ള സമയമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അതിനകത്ത് ഈ പൂക്കൾ വന്നു കഴിഞ്ഞാൽ, അത്തിവൃക്ഷത്തിൽ പൂക്കൾ വന്നു കഴിഞ്ഞാൽ നിറച്ച് കായ്കൾ ആ സമയത്തുണ്ടാകും അത്രയും. നമ്മുടെ നാട്ടിലൊക്കെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലായിരിക്കും, നമ്മുടെ നാട്ടിലൊക്കെ ഈ മൂവാണ്ടന്മാവിനാൽ ഇങ്ങനെ പൂക്കൾ വരും. പൂക്കൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 1-2 കായേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ ഉണ്ടാകുന്ന കാലം പിന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവരെല്ലാം അത് ജനുവരി വരും മാവിലൊക്കെ പോവുക. ഇത് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂക്കൾ വരും.
പുഷ്പിച്ച് കായ്കളുണ്ടാവും. ഏപ്രിൽ ആകുമ്പോഴത്തേന് നല്ല തലക്കായി എന്നും അതിന് പേര് തലക്കായ എന്നാണ് പറയുന്നത്. ആ തലക്കായി നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. മാങ്ങയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അത്തിയുടെ കാര്യം പറഞ്ഞു. അത് വളരെ ചുരുക്കമേ കാണുകയുള്ളൂ. അപ്പം കർത്താവ് പോയി നോക്കിയത് ഫലമില്ലാത്ത കാലത്താണെങ്കിൽ പിന്നെ പോയി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും തഴച്ചു നിൽക്കുന്ന അത്തിവൃക്ഷത്തിൽ ഈ തലക്കായ് വല്ലതൊക്കെ കാണും എന്ന് കരുതിയായിരിക്കാം. മാത്രമല്ല ഒരു ഉപമയും കൂടെ അതിനകത്ത് കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവ് അവിടെ നോക്കിയപ്പോൾ അതിന്മേലൊന്നുമില്ല. സാധാരണഗതിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ കർത്താവ് ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല, ഒന്നും കണ്ടില്ല. കർത്താവ് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ, പഴയ ഇസ്രായേൽ, ഒന്നാമത്തെ ഇസ്രായേലിനോടുള്ള ഒരു വചനം കൂടിയാണ്. അതിനുശേഷം സ്വസ്ഥത ഇസ്രായേലിന് കിട്ടിയിട്ടില്ലെന്ന് നമുക്ക് ഇന്നും രാജ്യമില്ലാത്ത ഒരു പാവപ്പെട്ട ജനം എന്നതിൽ. പക്ഷേ അവർക്ക് ദൈവതമ്പുരാൻ ബുദ്ധിയും ശക്തിയും കഴിവും കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവരവരുടേതായ നിലനിൽപ്പിന് വേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നത്. അത് ഞാൻ രാഷ്ട്രീയം പറയാനായിട്ട് പോകുന്ന ആളല്ല. പക്ഷേ അതിനുശേഷം ഈ 12,000 വർഷമായിട്ടും ഒരു സ്വസ്ഥത കിട്ടാത്തതാണ്. അത് അത്തിവർഷത്തിൻ്റെ ഉപമയിൽ കൂടെ കർത്താവ് പറഞ്ഞതായ ഒരു സംഗതിയാണ്. ഇത് നമ്മളിപ്പം യഹൂദന്മാരെയും മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്യുന്നു. നമ്മെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ, നമ്മുടെ ആരാധന അനുഗ്രഹമാണ്, നമ്മുടെ നടപടി ചിട്ടങ്ങളെല്ലാം അനുഗ്രഹമാണ്. പക്ഷേ അത് ഈ ഇലത്തഴപ്പ് പോലെയുള്ളോ എന്ന് നോക്കണം. ബാഹ്യമായ ചടങ്ങുകളിൽ മാത്രം ഒഴുങ്ങുന്നുള്ളോ എന്നത് ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ആന്തരികമായ ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവം തമ്പുരാന് പ്രസാദകരമായി ജീവിക്കുന്നു, നമ്മിൽ വല്ല ഫലവുമുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു കൃതിയിൽ വായിച്ചപ്പോൾ അതിനകത്തുണ്ട്, ഹിന്ദുക്കളുടെ അമ്പലത്തിൽ എണ്ണ അശുദ്ധമായാൽ ഔസേപ്പിനെ വിളിച്ച് തുടിയിക്കും. എന്തിനാണെന്നറിയാമോ? അത് വിശുദ്ധമാക്കാൻ. അത്ര ഇതായിരുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാവ് കണക്ക് ഏൽപ്പിച്ചിരുന്നത്, അതായത് ചുങ്കം പിരിവൊക്കെ ഏൽപ്പിച്ചിരുന്നത് ക്രിസ്ത്യാനികളെയാണ്. അതറിയാവോ? എന്നാ കാരണം എന്ന് വെച്ചാൽ കത്ത് മുടിച്ചോട്ടെന്ന് വെച്ചല്ല, അവർ വിശ്വസ്തരായിരിക്കും എന്നതുകൊണ്ടാണ്. ഇന്നോ നമ്മളാരെങ്കിലും പോയി അമ്പലത്തിൽ പോയി തൊട്ടേച്ച് പോകുന്ന അവർ ചാണകം എടുത്ത് തളിക്കുക അവിടെയൊക്കെ. അപ്പം നമ്മുടെ പണ്ട് ധനമില്ലായിരുന്നു, കഷ്ടപ്പാടുണ്ടായിരുന്നു. ധനമുണ്ടായിരുന്നെങ്കിലും ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നന്നായി ദൈവത്തെ വിളിച്ച് ജീവിച്ചിരുന്നു. ഇന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് നിങ്ങളോട് മാത്രമോ അത് എന്നോട് മാത്രമോ അല്ല, നമുക്കെല്ലാവർക്കും കൂടെ ഒരു പിന്തിരിഞ്ഞ നോട്ടത്തിനുള്ള അവസരമാണ്. കർത്താവ് അത്തിയെ ശപിച്ചതുപോലെ ഈ 2000 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും വഴക്കുമായിട്ടിരിക്കുന്ന, പടലപിണക്കം കൊണ്ടിരിക്കുന്ന കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും ഈഗോയും വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സമൂഹമായി നാം തീരുന്നത്. അതുകൊണ്ട് ഇത് ഇട്ടെറിഞ്ഞു പോകുക എന്നതല്ല. പലർക്കും അങ്ങനെ ധാരണയുണ്ട്, ഇട്ടെറിഞ്ഞു പോവുക. മറ്റേ ഏലിയാവിൻ്റെ കാലത്ത് ആകപ്പാട് ഏലിയാവിൻ്റെ കണക്കനുസരിച്ച് ഏലിയാവ് പറയുന്നത്, ഞാൻ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, നിൻ്റെ സത്യവിശ്വാസിയായിട്ടെന്ന് കർത്താവിനോട് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, 7000 ചില്ലാനും പേര് ബാലിന് മുട്ടുമടക്കാത്തതുകൊണ്ട് നീ മാത്രമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് തിരിച്ച്. അപ്പോൾ ആ 7000 പേര് മാത്രമുള്ള കാലത്ത് ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തതാണ്. അവരുടെ കാത്തുകൊണ്ടതായ ദൈവത്തെ നാം ഓർക്കേണ്ടതുണ്ട്. അവരെ ആ ചെറിയ ഇതിൽ നിന്നാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ സമയത്ത് ഈ ബാലുമായിട്ട് ബെറ്റ് വയ്ക്കുന്നില്ലേ, ആരുടെ ദൈവമാണ് ശക്തൻ, ആരാണ് യഥാർത്ഥ ദൈവം എന്ന് ഏലിയാവ് ചോദിക്കുമ്പോൾ ഏലിയാവ് പറയുന്ന വ്യവസ്ഥ, ഞാൻ ബലിപീഠം പണിയാം, യാഗം വയ്ക്കാം, അതിന്മേൽ തീ ഇറങ്ങണം സ്വർഗത്തിൽ നിന്ന്. അതേ സമയത്ത് മറ്റവരോടും പറയും നിങ്ങളും അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഏലിയാവ് ചെയ്ത പണി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സഭയുടെ ഉള്ളിൽ നിന്ന് സഭ ചെയ്യുന്നതെല്ലാം ദോഷമാണ് ചെയ്യുന്നത്. അന്ന് 7000 പേര് മാത്രമുള്ള കാലത്ത് ആദ്യം ഏലിയാവ് ചെയ്തത് ഇസ്രായേലിൻ്റെ, നിങ്ങൾ വായിക്കണം, ഇസ്രായേലിൻ്റെ ഇടിഞ്ഞു കിടന്ന ബലിപീഠം നന്നാക്കി. ഇടിഞ്ഞു കിടന്ന ബലിപീഠം പൊളിച്ചു കളയല്ലേ ഇത്.
ഇടിഞ്ഞു കിടന്നിരുന്ന ബലിപീഠം നന്നാക്കി. അത് നമ്മൾ അടിവരയിട്ട് ചിന്തിക്കണം. സഭയുടെ പുറത്തേക്ക് എടുത്തിയാടിപ്പോയി ഇവിടെ ഒന്നും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് പോവുകയല്ല. ഇവിടെ തന്നെ നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർത്തഡോക്സ് സഭ മാത്രമല്ല കേട്ടോ, എല്ലാ ക്രിസ്തീയ സഭകളിലും ഈ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു നവീകരണം, പുതുക്കം നമ്മളായി തന്നെ നമ്മളുണ്ടാക്കില്ല. നമ്മൾ പോയി ഉടനെ ഇത് ചെയ്യുന്നില്ല. അവിടെ പുതുക്കി കഴിഞ്ഞ ആ ബലിപീഠത്തിന്മേലാണ് ഏലിയാവ് ബലി അർപ്പിക്കാനായിട്ട് ഒരുക്കങ്ങൾ ചെയ്തു. ഉച്ചവരെ ബാലിൻ്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ട് ഒരു ചുക്കും നടന്നില്ല. പിന്നെ നടന്നത് എപ്പോഴാണ്? ഏലിയാവ് കൊണ്ട് വന്നത്. അതാണ് ആത്മീയ ചങ്കൂറ്റം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം ഇറക്കിക്കൊണ്ട് വരും എന്ന് പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥ. ബലിപീഠത്തിന്മേൽ യാഗവസ്തു വെച്ച് പിന്നെ ചെയ്തെന്താന്ന് നിങ്ങൾക്കറിയാമോ? അറിയോ? ഇല്ല. യാഗവസ്തുവും ബലിപീഠവും നനച്ചു, ചുറ്റും തോടൊക്കെ വെട്ടി അവിടെയും വെള്ളം നിറച്ചു, മൊത്തം കുതിർത്തു. ഒരു സാധനം പോലും ഉണങ്ങിയതില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിട്ട് വെള്ളത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഏലിയ ഒരു പ്രാർത്ഥനയാണ്. അവിടെയാണ് ആത്മീയ ചങ്കൂറ്റം. ഞാൻ ആത്മീയ ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ചങ്കൂറ്റം അല്ല കേട്ടോ. അവിടെ ഒറ്റ പ്രാർത്ഥന, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, ഈ ജനം നീ ദൈവം എന്നറിയേണ്ടതിന് ഇവരോട് ഉത്തരമരുളണമേ. അപ്പോഴേ തീയിറങ്ങി. ആ ഒരൊറ്റ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മുടെ കുർബാനയിലുണ്ടോ? എവിടെ? തൂതേന് കുറച്ച് മുമ്പ് ഇല്ലേ? കർത്താവേ എന്നോട് ഉത്തരമരുളി. അപ്പം നിങ്ങൾ ജനങ്ങളെല്ലാവരും കൂടെ എന്ത് പറയും? കുറിയലായിസോൻ, കർത്താവേ ഉത്തരമരുളാൻ കനിയണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം ഇതാണ്, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളായി തീർന്നിരിക്കുന്നു പൂർണ്ണമായി. അതെപ്പോഴെന്നല്ല, അതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കൈയാവിസ്പ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ എല്ലാം ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനും ഒരു പുതുക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നതിനും മറ്റുള്ളവരെ നന്നാക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ നന്നാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താനും നമ്മൾ വെറും കായ്ക്കാത്ത അത്തിയായിരിക്കാതിരിക്കാനും നമ്മൾ നമ്മെ തന്നെ ആദ്യം വ്യക്തിപരമായി നന്നത്തിന് പുതുക്കുകയും മറ്റുള്ളവർ അങ്ങനെ ആയിത്തീരുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 7000 പേരുണ്ടായിരുന്ന കാലത്ത് കർത്താവ് ആ ഇസ്രായേലിനോട് കരുണ കാണിച്ച ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും കരുണ കാണിക്കുകയും ഉപ്പുള്ള അവസ്ഥയായി സമൂഹത്തെ രുചിപ്പിക്കുന്ന ഉപ്പായി തീരുവാനായിട്ട് ഇടയാക്കുകയും ചെയ്യും. ദൈവം തമ്പുരാൻ തൻ്റെ അദൃശ്യമായ വലതുകര നീട്ടി എന്നെ നിങ്ങളെയും അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൈമത്തില്ലാത്തതുകൊണ്ട് കാണിക്കേട്ടിട്ട് പിരിഞ്ഞു പോവാം. നാളെ രാവിലെ 8 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, അഗെയിൻ വൈകുന്നേരം 7 മണിക്ക് നമസ്കാരം ഇതേ സ്ഥലത്ത്.